ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്നത് ഞാൻ. അതിൽ IT ക്ലാസ് ഉണ്ട്, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറച്ച് ടിപ്സാണ്. അപ്പോൾ നമ്മൾ നോർമലി പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബേസിക്കായി വരുന്നുണ്ട്. അപ്പം പ്രിപ്പോസിഷൻസിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് ഇന്ന്, അതുപോലെ ഓൺ, അറ്റ് എന്ന് പറഞ്ഞ ടേമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ടേമും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ, പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ സ്ഥാപനം, സ്ഥലം എന്നൊക്കെ മെൻഷൻ ചെയ്യാനാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പെർ ഡേ നമ്മളൊരു 1 hour നമ്മൾ ഇംഗ്ലീഷിന് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കാര്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ക്ലിയറായി പഠിച്ചോളും. ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നമ്മളെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പ്രിപ്പോസിഷൻ ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രിപ്പോസിഷൻസിൽ ഇൻ എന്ന് പറയുന്നൊരു പോയിന്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രിപ്പോസിഷൻസ്. അപ്പോൾ അതിനകത്ത് ഇൻ എന്നുള്ളൊരു ടേം ഉപയോഗിച്ച് നമ്മൾ ഇൻ ദ 20th century, 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഒരു മീനിങ് കിട്ടി. അതുപോലെ ഇൻ ദ 1990s, അതുപോലെ ഇൻ ദ വിൻ്റർ, അതുപോലെ ഇൻ ദ ഈവനിങ്, ഇൻ ദ പാസ്റ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ഇപ്പോൾ ഇൻ ദ 20th century പറയുമ്പോൾ 20ാം നൂറ്റാണ്ടിൽ, അതുപോലെ 90കളിൽ, അതുപോലെ മഞ്ഞുകാലത്ത്, അതുപോലെ ഇൻ ദ ഈവനിങ്, വൈകുന്നേരം എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇൻ ദ പാസ്റ്റ്, ഭൂതകാലത്തിൽ. അപ്പോൾ ഇൻ എന്നുള്ളൊരു ടേം നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളൊരു എക്സാമ്പിളോട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, പ്രാക്ടീസ് എന്തായാലും ചെയ്യണം. അതുപോലെ ഇനി നമുക്ക് വരുന്നത് ഓൺ എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. ഓൺ, അതുപോലെ അച്ച് എന്നുള്ള പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾ പരമാവധി പഠിച്ചെടുക്കാൻ നോക്കുക. താങ്ക് യു.